ഖമനയുടെ ഭൗതിക ശരീരം ആകെ 6 ദിവസം നീളുന്ന ഔദ്യോഗിക വിലാപയാത്രകളുടെ പൊതുദർശന ചടങ്ങുകളുടെയും ഭാഗമായിരിക്കും. എംബാം ചെയ്യാത്ത തലയില്ലാത്ത ശരീരം ഫ്രീസറിലാണ് സൂക്ഷിച്ചിരിക്കുന്നത് എന്നാണ് വിവരം. ജൂലൈ 4-5 അതായത് ഇന്നലെയും ഇന്നുമായി ടെഹ്റാനിലെ ഇമാം ഖൊമേനി ഗ്രാൻഡ് മൊസല്ല മസ്ജിദിൽ 2 ദിവസം പൊതുദർശനം നടക്കുമ്പോൾ റെക്കോർഡിലേക്ക് എത്തിക്കുക എന്നതാണ് അവരുടെ ശ്രമം. എന്തായാലും ജൂലൈ 6 അതായത് നാളെ രാവിലെ ടെഹ്റാൻ നഗരത്തിലൂടെ വൻ വിലാപയാത്രയാണ് ഉണ്ടാകാൻ പോകുന്നത്. ജൂലൈ 7 ചരിത്ര പ്രസിദ്ധമായ ഷിയ തീർത്ഥാടന നഗരമായ ഖോമിൽ വിലാപയാത്ര എത്തും. ജൂലൈ 9 അദ്ദേഹത്തിന്റെ ജന്മനാടായ മഷ്ഹദിൽ അവസാന വിലാപയാത്രയും തുടർന്ന് ഖബറടക്കവും നടക്കും. പൊതുജനങ്ങൾക്കായി തുറന്ന പൊതുദർശന ചടങ്ങിൽ ദശലക്ഷക്കണക്കിന് ആളുകളാണ് തടിച്ചുകൂടിയിരിക്കുന്നത്. 1.5 കോടി മുതൽ 2 കോടി വരെ ആളുകൾ ചടങ്ങുകളിൽ പങ്കെടുക്കുമെന്നാണ് കണക്ക്. രാജ്യം നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും ശവസംസ്കാര ചടങ്ങുകൾക്കായി സർക്കാർ വൻതോതിൽ പണം ചെലവഴിക്കുന്നതിലും രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി ഭരണകൂട സംവിധാനങ്ങൾ ദുരുപയോഗം ചെയ്യുന്നത് പൊതുജനങ്ങൾക്കിടയിൽ കടുത്ത അതൃപ്തി പുകയുന്നുണ്ട്. ജനങ്ങളിൽ നിന്ന് നിർബന്ധ പിരിവ് നടക്കുന്നതായും വൻ ആക്ഷേപമുണ്ട്. കട പൂട്ടിയില്ലേ പണി കിട്ടും. ഇറാൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനയുടെ വിലാപയാത്രയിൽ ടെഹ്റാനിലെ ഗ്രാൻഡ് മൊസല്ല മോസ്കിലേക്ക് ഒഴുകിയെത്തിയ ജനസാഗരം സ്വമേധയാ എത്തിയതല്ല. ഭരണകൂടം ഭീഷണിപ്പെടുത്തി എത്തിച്ചതാണ് എന്ന് വേണമെങ്കിൽ പറയാം. ടെഹ്റാൻ മുനിസിപ്പാലിറ്റി ഉൾപ്പെടെയുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ജീവനക്കാരുടെ അവധികൾ റദ്ദാക്കുകയും ചടങ്ങുകളിൽ നിർബന്ധമായും പങ്കെടുക്കാൻ ഉത്തരവിടുകയും ചെയ്തിട്ടുണ്ട്. തദ്ദേശീയ ഭരണകൂടങ്ങളും അർദ്ധ സൈനിക വിഭാഗമായ ബാസിജ് സേനാംഗങ്ങളും ഹോട്ടലുകളിലും വ്യാവസായിക മേഖലകളിലും കയറി വിലാപയാത്രയ്ക്ക് എത്തുന്നവർക്ക് സൗജന്യ ഭക്ഷണവും സേവനങ്ങളും നൽകാൻ ആവശ്യപ്പെട്ടു കഴിഞ്ഞു. വിസമ്മതിച്ചാൽ സ്ഥാപനങ്ങൾ പൂട്ടിക്കുമെന്ന ഭീഷണിയും വേറെ. വിലാപയാത്രയും ഔദ്യോഗിക ദുഃഖാചരണവും നടക്കുന്ന ദിവസങ്ങളിൽ കടകൾ തുറന്ന് പ്രവർത്തിച്ചാൽ അവ ഭരണകൂടം ഇടപെട്ട് പൂർണ്ണമായി പൂട്ടി സീൽ ചെയ്യുമെന്ന് ബാസിജ് സേനാംഗങ്ങൾ കടയുടമകളെ ഭീഷണിപ്പെടുത്തിയതായും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ലണ്ടൻ ആസ്ഥാനമായുള്ള മാധ്യമമായ ഇറാൻ ഇന്റർനാഷണൽ പുറത്തുവിട്ട വിവരങ്ങൾ പ്രകാരം വിവിധ വ്യാപാര യൂണിയനുകൾ വഴിയും ആളുകൾക്ക് കർശന സന്ദേശങ്ങൾ ലഭിച്ചു കഴിഞ്ഞു. ഉദാഹരണത്തിന് ടെഹ്റാനിലെ റിയൽ എസ്റ്റേറ്റ് യൂണിയൻ തങ്ങളുടെ അംഗങ്ങൾക്ക് അയച്ച സന്ദേശത്തിൽ വിലാപയാത്ര ദിവസങ്ങളിൽ ഓഫീസുകൾ തുറക്കാൻ പാടില്ലെന്നും ജീവനക്കാർ നിർബന്ധമായും ചടങ്ങുകളിൽ പങ്കെടുക്കണമെന്നും ആവശ്യപ്പെട്ടു കഴിഞ്ഞു. ഇറാൻ തലസ്ഥാനത്തിന്റെ സാമ്പത്തിക ഹൃദയമായ ടെഹ്റാൻ ഗ്രാൻഡ് ബസാർ ഉൾപ്പെടെയുള്ള വലിയ വാണിജ്യ കേന്ദ്രങ്ങൾ പൂർണ്ണമായും അടച്ചുപൂട്ടാൻ അധികൃതർ ഉത്തരവിട്ട് കഴിഞ്ഞു. ഇതിന് പുറമെ ജൂലൈ 4 മുതൽ ജൂലൈ 8 വരെയുള്ള ദിവസങ്ങൾ രാജ്യത്തെ മുഴുവൻ ഫിറ്റ്നസ് സെന്ററുകളും ജിമ്മുകളും അടച്ചിടാനും കർശന നിർദ്ദേശമുണ്ട്. കൂടാതെ വിലാപയാത്രയ്ക്ക് എത്തുന്നവർക്കായി വഴിയോരങ്ങളിൽ സൗജന്യ ഭക്ഷണശാലകളും ചായയും വിതരണം ചെയ്യാനുള്ള പണം വ്യാപാരികളിൽ നിന്ന് വൻകിട കമ്പനികളിൽ നിന്നും ഭരണകൂടം നിർബന്ധമായും പിരിച്ചെടുക്കുന്നതാണ് ആക്ഷേപമുള്ളത്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇറാഖ് പോലെയുള്ള അയൽ രാജ്യങ്ങളിൽ നിന്നും ആളുകളെ എത്തിക്കാൻ സൗജന്യ ട്രെയിൻ, ബസ് സർവീസുകളും താമസ സൗകര്യങ്ങളും സർക്കാർ ഒരുക്കിക്കഴിഞ്ഞു. ജീവനക്കാരെ എത്തിക്കാൻ ക്വാട്ട വേറെയും. ഇറാൻ ഭരണകൂടത്തിൽ നിന്ന് വിവിധ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ മാനേജ്മെന്റുകൾക്ക് വിലാപയാത്രയിൽ നിശ്ചിത എണ്ണം ആളുകളെ എത്തിക്കാൻ കർശന നിർദ്ദേശം ലഭിച്ചു കഴിഞ്ഞു. പ്രമുഖ മാധ്യമ ഗ്രൂപ്പായ ഹംഷഹരി ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളോട് അവരുടെ ഓരോ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും കുറഞ്ഞത് 200 ജീവനക്കാരെ വീതം ചടങ്ങുകളിൽ പങ്കെടുപ്പിക്കാൻ അധികൃതർ ആവശ്യപ്പെട്ടു. ടെഹ്റാൻ മുനിസിപ്പാലിറ്റിയുടെ 10ാം ഡിസ്ട്രിക്റ്റിലെ ഹ്യൂമൻ റിസോഴ്സ് ഡയറക്ടറുടേതായി പുറത്തുവന്ന ഓഡിയോ സന്ദേശത്തിൽ എല്ലാ ജീവനക്കാരും അവരുടെ മാതാപിതാക്കളെയും കുട്ടികളെയും ഒപ്പം കൂട്ടണമെന്ന നിർദ്ദേശവും ഉണ്ട്. ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർക്കോ ചെറിയ കുട്ടികളുള്ള അമ്മമാർക്കോ പോലും ഇതിൽ ഇളവ് നൽകിയിരുന്നില്ല. ഇറാനിലെ 2ാമത്തെ ഏറ്റവും വലിയ കാർ നിർമ്മാതാക്കളായ സെയ്പ കമ്പനിയിലെ ജീവനക്കാർ തങ്ങൾ നേരിടുന്ന പ്രതിസന്ധികൾ മാധ്യമങ്ങളോട് തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഇറാഖിലെ നജാഫ്, കർബല തുടങ്ങി ഷിയ തീർത്ഥാടന നഗരങ്ങളിൽ നിന്നും ഖമൈനിയുടെ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കാൻ എത്തുന്ന ഏകദേശം 2000 അതിഥികൾക്ക് താമസവും മറ്റ് സൗകര്യങ്ങളും ഒരുക്കാൻ കമ്പനിയോട് ഭരണകൂടം ആവശ്യപ്പെട്ടു. ഇതിനായി സെയ്പ കമ്പനിയുടെ ഫാക്ടറി പരിസരങ്ങളും മറ്റ് സൗകര്യങ്ങളും വിട്ടു നൽകേണ്ടി വന്നതിനാൽ കമ്പനിയിലെ സാധാരണ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുകയും ജീവനക്കാരുടെ ഓവർടൈം ജോലി അധികൃതർ റദ്ദാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇറാനിൽ വരുന്ന കുറച്ച് ദിവസത്തേക്ക് ഖമേനിയുടെ വിലാപയാത്രയല്ലാതെ മറ്റൊരു പരിപാടിയും സംപ്രേഷണം ചെയ്യരുതെന്ന് മാധ്യമങ്ങൾക്കും കർശന വിലക്കുണ്ട്. ഇറാന്റെ പരമോന്നത സുരക്ഷാ സമിതി മാധ്യമങ്ങൾക്ക് നൽകിയ രഹസ്യ നിർദ്ദേശപ്രകാരം വിലാപയാത്ര നടക്കുന്ന ദിവസങ്ങൾ രാജ്യത്ത് രാഷ്ട്രീയ തർക്കങ്ങളോ ഭിന്നതകളോ ഉണ്ടാകുന്ന വാർത്തകൾക്ക് പ്രാധാന്യം നൽകരുതെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഖമേനിയുടെ വ്യക്തിത്വത്തെയും ചരിത്രപരമായ പ്രാധാന്യത്തെയും കുറിച്ചുള്ള വിവരങ്ങളും വിലാപയാത്രയിലെ ജനപങ്കാളിത്തവും മാധ്യമങ്ങൾ പ്രധാനമായും സംപ്രേഷണം ചെയ്യണം. അമേരിക്കയുമായുള്ള ചർച്ചകൾ, പ്രാദേശിക രാഷ്ട്രീയ നീക്കങ്ങൾ തുടങ്ങിയവ പ്രധാന വാർത്തകളിൽ നിന്ന് താൽക്കാലികമായി മാറ്റിവെക്കാനോ പ്രാധാന്യം കുറയ്ക്കാനോ ആവശ്യപ്പെട്ടിട്ടുണ്ട്.
മാത്രമല്ല വരാൻ പോകുന്നത് 3000-ലധികം ആളുകളുടെ മരണമാണോ എന്ന് പോലും പലരും വിലയിരുത്തുന്നുണ്ട്. കാരണം ഖമേനി മരിക്കുമ്പോൾ തങ്ങളും മരിച്ചു കഴിഞ്ഞാൽ സ്വർഗം കിട്ടും, അല്ലെങ്കിൽ ഖമേനിയുടെ ശവസംസ്കാര ചടങ്ങുകൾ നടക്കുമ്പോൾ തങ്ങളും മരണപ്പെട്ട് കഴിഞ്ഞാൽ സ്വർഗം കിട്ടും എന്ന ചില ദരിദ്രരായ ജനങ്ങളെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് അവരെ ആത്മഹത്യാ പ്രേരണ ചെയ്യിപ്പിക്കാനുള്ള തരത്തിലുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ട് എന്ന് മനസ്സിലാകുന്നു. 1000 പുതിയ കല്ലറകളാണ് ഇറാൻ ഇപ്പോൾ പണിത് വെച്ചിരിക്കുന്നത്. കാരണം ഈ മരണപ്പെട്ടവരെ അവിടേക്ക്, അതായത് ഖമേനി മരിക്കുമ്പോൾ ഒരുമിച്ച് 1000 പേരുടെ ശവസംസ്കാരം കൂടി നടത്താനുള്ള നീക്കങ്ങളും നടത്തുന്നുണ്ട്. അങ്ങനെ വേൾഡ് റെക്കോർഡ് ചെയ്യാനും ഉള്ള നീക്കമുണ്ട്. ദുരന്തം മുന്നിൽ കണ്ട് ഖബർ ഒരുക്കിയിരിക്കുന്ന ഒരു രാജ്യത്തെ നിങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയുമോ? എന്നാൽ ഖമേനിയുടെ സംസ്കാര ചടങ്ങിൽ ആളുകൾ മരിച്ചു വീഴണമെന്ന് ഇറാൻ പരോക്ഷമായി ആഗ്രഹിക്കുകയാണ്. അതും അവർക്ക് തങ്ങളുടെ രാജ്യത്തിന് നേതാവിനോടുള്ള കൂറ് കാണിക്കാനുള്ള അടവാണ്. 2 കോടി വരുന്ന ജനക്കൂട്ടവും കടുത്ത ചൂടും ആൾക്കൂട്ട ദുരന്തമുണ്ടായാൽ 3000 വരെ ആളുകൾ മരണപ്പെടും. ആ ഒരു മരണം സംഭവിച്ചേക്കാമെന്ന് ഇറാനിയൻ ഉദ്യോഗസ്ഥർ തന്നെ വിലയിരുത്തുന്നു. ഇത് മുന്നിൽ കണ്ട് ടെഹ്റാനിലെ പ്രശസ്തമായ ഈ ബഹിഷത്ത് ഈ സഹ്റ സെമിത്തേരിയിൽ ആയിരക്കണക്കിന് പുതിയ കല്ലറകളാണ് ഇതിനോടകം തന്നെ വെട്ടി ഉണ്ടാക്കിയിരിക്കുന്നത്. പാശ്ചാത്യ മാധ്യമങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത്. മുൻകൂട്ടി തയ്യാറാക്കിയ കല്ലറകൾ യഥാർത്ഥത്തിൽ നിലവിലുണ്ട്. 3000 മരണം വരെ സംഭവിച്ചാലും അത് കൈകാര്യം ചെയ്യാൻ തയ്യാറായിരിക്കാനാണ് അധികൃതർ ലഭിച്ചിരിക്കുന്ന നിർദ്ദേശം. സാധ്യതാ മരണങ്ങളും കാണാതാകുന്ന കേസുകളും കൈകാര്യം ചെയ്യാൻ പ്രത്യേക ഉദ്യോഗസ്ഥ വിഭാഗത്തെയും നിയോഗിച്ചിട്ടുണ്ട്. ഇത്രയും വലിയ ജനക്കൂട്ടവും കടുത്ത ചൂടും ഉള്ളതിന് എന്താണ് സംഭവിക്കുക എന്ന് ആർക്കും പ്രവചിക്കാൻ പോലും കഴിയില്ല എന്നാണ് ടെഹ്റാൻ മുനിസിപ്പാലിറ്റി അധികൃതർ പറയുന്നത്. വിലാപയാത്രകളിൽ വലിയ ദുരന്തങ്ങൾ ഉണ്ടായ ചരിത്രമാണ് ഇറാന്റേത്. 2020 IRGC കമാൻഡർ ഖാസിം സുലൈമാനിയുടെ വിലാപയാത്രയ്ക്കിടെയുണ്ടായ തിരക്കിലും പെട്ട് 56 പേർ കൊല്ലപ്പെടുകയും 200-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. 1989 റൂഹുള്ള ഖമേനിയുടെ വിലാപയാത്രയും വലിയ അരാജകത്വത്തിലാണ് കലാശിച്ചത്. അന്ന് 8 പേർ മരിക്കുകയും 100 കണക്കിന് ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു. വൻ ജനക്കൂട്ടത്തിനൊപ്പം രാജ്യത്തിന്റെ സൈനിക രാഷ്ട്രീയ നേതൃത്വവും ഒന്നാകെ ഒത്തുകൂടുന്നതാണ് വലിയ സുരക്ഷാ ആശങ്കകൾ ഉയർത്താൻ കാരണം. പുതിയ നേതാവ് മൊജ്തബ ഖമേനിയെയും വധിക്കാൻ ലക്ഷ്യമിട്ടിട്ടുണ്ടെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി പറഞ്ഞതിന് പിന്നാലെ ഇറാനെതിരെയുള്ള നീക്കങ്ങൾക്കെതിരെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് ശക്തമായ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വ്യോമകര മാർഗങ്ങളിലൂടെയുള്ള ആക്രമണ ഭീഷണികൾ നിലനിൽക്കുന്നതിനാലാണ് തിങ്കളാഴ്ച ടെഹ്റാനിലെ വ്യോമപാത പൂർണ്ണമായും അടച്ചുപൂട്ടിയിരിക്കുന്നത്. നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി 10,000-കണക്കിന് ബസ്സുകളും സൗജന്യ മെട്രോ സർവീസുകളും താൽക്കാലിക താമസ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. അതേസമയം ഖമേനിയുടെ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് ലോകരാഷ്ട്രങ്ങളെ തടയാൻ അമേരിക്ക ശക്തമായ നയതന്ത്ര ശ്രമവും ചെലുത്തുന്നുമുണ്ട്. എന്തായാലും ഇറാനിൽ വരാൻ പോകുന്നത് വമ്പൻ ദുരന്തമാണോ എന്ന് കാത്തിരുന്നു കാണാം.